ഹായ്, എല്ലാവർക്കും ലിലീസിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു നോ മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ ഞാൻ മുന്നേ ഈ ഒരു സെഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒത്തിരി പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ കുറച്ച് പ്രൊഡക്ട്സ് വെച്ചിട്ട് വളരെ കുറച്ച് പ്രൊഡക്ട്സ് ഒക്കെ വെച്ചിട്ട് ഒരു നോ മേക്കപ്പ് ലുക്ക്, അതായത് ഇത് ഈ ഒരു കോലത്തിൽ നിന്ന് ഈ ഒരു കോലത്തിലേക്ക് ഒരു മിനിമൽ പ്രൊഡക്ട്സ് ഒക്കെ വെച്ചിട്ട് എങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിൽ കിടക്കാം. ഫേസ് വാഷ് പൗഡർ ഇട്ടിട്ട് ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഞാൻ മോയ്സ്ചർ ചെയ്തിട്ടുണ്ട്. മോയ്സ്ചർ ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അരോമ മാജിക്കിൻ്റെ ജുനിperberry ഓയിൽ ഫ്രീ മോയ്സ്ചറൈസറാണ് എടുത്തിട്ടുള്ളത്. ഇതൊക്കെ നല്ല ഇഷ്ടമായിട്ടോ. ഫോർ ഓയിലി സ്കിന്നിനാണിത്. 100 ml 205 രൂപയാണ് വരുന്നത്. പക്ഷേ ഇത് ഓഫർ പ്രൈസിന് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ കിട്ടും. ഫ്ലിപ്കാർട്ടിലല്ല കേട്ടോ, പർപ്പിൾ കിട്ടും. അപ്പോൾ ഫേസിൽ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് പിടിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 2 മിനിറ്റിന് ശേഷമാണ് ഞാൻ ഈ ഒരു സൺസ്ക്രീൻ ലോഷൻ അപ്ലൈ ചെയ്യുന്നത്. ഇത് ലാക്ടോകലാമൈൻ ഡെയിലി സൺഷീൽഡ് മേറ്റ് ലുക്ക് സൺസ്ക്രീൻ വിത്ത് കയോലിൻ ക്ലേ ആണ്. ഇത് SPF 50 പ്ലസ് PA++ ഉണ്ട് കേട്ടോ. UVA UVB അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇത് മെയിൻലി ഫോർ ഓയിലി സ്കിന്നിന് വേണ്ടിയിട്ടാണ്. ഇത് ലൈറ്റ് വെയ്റ്റ് ആണ്, നോൺ സ്റ്റിക്കി ആണെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇതിന് ചെറിയൊരു ലൈറ്റ് റോസ് ടിൻ്റ് അടിക്കുന്നുണ്ട്. ഇത് നമ്മൾ എപ്പോഴും ഇങ്ങനെ പരത്തി കൊടുക്കുക, ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഞാനിതൊരു 4-5 പ്രാവശ്യം എടുത്തിട്ടുണ്ട്. അതായത് 2 പ്രാവശ്യം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ പ്രാവശ്യം 2 പ്രാവശ്യം ഇങ്ങനെ എടുത്തു. അതിനുശേഷം പിന്നെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാനിതൊന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നേരെ പരത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഒരു ഔട്ടർ ലെയർ പോലെയാണ് നമ്മളുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടായ കാരണം കൊണ്ട് നമ്മൾ തേച്ച് പിടിപ്പിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ശരിക്കും ഒരു ടസ്കി ആവും കേട്ടോ. അത് കാരണം കൊണ്ട് എനിക്കങ്ങനെ സൺസ്ക്രീൻ ലോഷൻ ഇടാനായിട്ട് അധികം താല്പര്യമില്ല. പക്ഷേ വെയിലൊക്കെ കൊള്ളുന്ന സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഇടട്ടെ. വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ ഞാൻ ഇടാറില്ല കേട്ടോ, സത്യമായിട്ടും. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് എല്ലായിടത്തും പിടിപ്പിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റിന് ശേഷമാണ് ഞാൻ ബാക്കി പരിപാടിയിലേക്ക് കിടക്കുന്നത്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ഒരു കൺസീലർ എന്ന് പറയുന്നത് സ്റ്റേക്ക് വർക്കിൻ്റെ. ഇത് ഫൗണ്ടേഷനായിട്ടാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. കാരണം എൻ്റെ കറക്റ്റ് സ്കിന്നിൻ്റെ ഷെയ്ഡാണ്. അപ്പോൾ ഇപ്പം ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടെ ഡാർക്കസ്റ്റ് ആയിട്ടുള്ളൊരു ഏരിയയിൽ ഞാനത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ കറുത്ത കുത്തുകളുള്ള സ്ഥലത്തൊക്കെ ഒന്ന് ഡോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ ഷെയ്ഡിൻ്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രം ദാറ്റ് പ്രപ്പോസൽ 14 എന്നാണ് കേട്ടോ. ഇത് ഞാൻ പർപ്പിളിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ ഒരു ഡാർക്കസ്റ്റ് ആയിട്ടുള്ള ഒരു കളറിലൊക്കെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ എൻ്റെ ഒരു ഐ ഷാഡോ ബ്രഷ് എടുത്തിട്ട് അവിടെ തന്നെ പ്ലേസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. വെറുതെ നീക്കി ചെയ്യുന്നില്ല, അവിടെ തന്നെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്, ഒരു ഈവൺ സ്കിൻ ടോൺ കിട്ടാൻ വേണ്ടിയിട്ട്. ദെൻ ഞാനിവിടെ Maybelline Fit Meയുടെ ലൂസ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഷെയ്ഡ് 30 മീഡിയം ഡീപ്പ് എന്നാണ്. ഇത് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. എൻ്റെ സ്കിന്നിൻ്റെ കറക്റ്റ് ഷെയ്ഡ് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നൈസ് പൗഡറാണ്. നിങ്ങളുടെ കയ്യിൽ വേറൊന്നും നിങ്ങൾക്ക് മേക്കപ്പ് ചെയ്യാനൊക്കെ ഇഷ്ടമാണ്, ഓയിലി സ്കിന്നാണ്, ഡസ്കി ആണെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു സെറ്റിംഗ് പൗഡർ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ഒരുവിധം സൊല്യൂഷനായി കിട്ടും. അപ്പം ഞാൻ ഈ ഒരു ഒത്തിരി ഓയിലി ആയിട്ടുള്ള ഒരു സ്ഥലങ്ങളിലൊക്കെ ഈ ഒരു ബ്രഷ് വെച്ചിട്ട് ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഞാൻ ഈ ഒരു സ്പഞ്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഈ ഒരു സ്പഞ്ച് വെച്ചിട്ട് ഞാൻ നന്നായിട്ട് സമയം എടുത്തിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇത് നമ്മുടെ സ്കിന്നിലൊന്ന് നന്നായിട്ട് പതിപ്പിച്ച് കൊടുക്കണം. എന്നാൽ നന്നായിട്ട് ഒരു നാച്ചുറൽ ലുക്ക് തോന്നിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്തിരി സമയം എടുത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. കണ്ടു, ഇപ്പോൾ നല്ലൊരു മെറ്റ് ലുക്കായിട്ടില്ലേ. ഇനി അതിന് ശേഷം ഞാൻ ഈ ഒരു ഐ ഷാഡോ പാലറ്റാണ് എടുക്കുന്നത്. ഇത് നമ്മുടെ സ്വിസ് ബ്യൂട്ടിയുടെ ഐ ഷാഡോ പാലറ്റാണ്, നമ്പർ 6. ഇത് 299 രൂപ കണ്ടുള്ളൂ. നല്ല ഷെയ്ഡുകളാണ് കേട്ടോ ഇതിലുള്ളത്. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തുള്ള 3 കളറാണ് ഞാൻ എടുക്കുന്നത്. ഈ ഒരു ഡാർക്ക് ബ്രൗൺ കളറും, അതേപോലെ തന്നെ എൻ്റെ സ്കിന്നിനെക്കാട്ട് കുറച്ച് ലൈറ്റായിട്ടുള്ള ഈ ഒരു കളറും, അതേപോലെ തന്നെ ഓറഞ്ച് പോലെ തോന്നിക്കുന്ന ഒരു കളറും, ഈ ഒരു 3 കളർ എടുക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല പിഗ്മെൻറ്റഡ് ആണ്, നല്ല സ്മൂത്താണ്, നല്ല സുഖമാണ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. ഒരു കുന്തം അറിയാത്തവർക്ക് വേണമെങ്കിൽ പോലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പാലറ്റാണ്. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. ഇത് ആമസോണിലും പർപ്പിളിലും ഒക്കെ ഇപ്പോഴും 199 രൂപയ്ക്കൊക്കെ നല്ല ഓഫറിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഈ ഒരു നമ്മുടെ സ്കിന്നിൻ്റെ കളർ എന്ന് പറഞ്ഞില്ലേ, ആ കളർ എടുത്തിട്ട് കണ്ണിൻ്റെ മീതൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് കൊടുക്കുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ആ ലൂസ് പൗഡറും കൺസീലറൊക്കെ ഇട്ട കാരണം കൊണ്ട് ഒരു വെള്ളം അടിച്ച് നിൽക്കണ കാരണം കൊണ്ട് കേട്ടോ, അതൊന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം ഞാൻ ഈ ഒരു ഓറഞ്ച് പോലത്തെ കളറിൽ അതെടുത്തിട്ട് നമ്മുടെ കണ്ണിൻ്റെ ആ ഒരു താഴെ ഭാഗമല്ലേ അവിടെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാച്ചുറൽ ലുക്ക് തോന്നിക്കാൻ വേണ്ടി, കണ്ണിൻ്റെ താഴെ ഒരു റോസ് കളർ പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട്
അതിനുശേഷം ഞാൻ ഈ ഒരു ഡാർക്ക് ബ്രൗൺ കളറില്ലേ, ആ കറുത്ത കളർ, അങ്ങനത്തെ കളർ എടുത്തിട്ട് ആ ഒരു കോർണർ സൈഡിലൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് തിൻ ബ്രഷാണെങ്കിൽ കുറച്ചും കൂടെ സുഖമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതെന്തിനാണെന്ന് വെച്ചാൽ കണ്ണ് എഴുതിയോ ചോദിച്ചാൽ കണ്ണ് എഴുതിയിട്ടില്ല, എന്നാലും കണ്ണ് എഴുതിയ പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഐബ്രോസ് ഒന്നും തന്നെ ഞാൻ ചെയ്യുന്നില്ല കേട്ടോ. ഇനി ഞാൻ മസ്കാര ഇടുന്നുണ്ട്. ഇത് മേബ്ലിൻ ന്യൂയോർക്കിൻ്റെ ഹൈപ്പർ കേൾ വാട്ടർ പ്രൂഫ് മസ്കാരയാണ്. ഇതിൻ്റെ ഈ ഒരു വോണ്ട് കണ്ടോ, നമ്മുടെ ഐലാഷിന് നന്നായിട്ട് കേൾ ചെയ്യാനായിട്ട്, നല്ല വോളിയംനെസ് ആയിട്ട് തോന്നിക്കാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ ഈ ഒരു ഐലാഷ് കേളർ വെച്ചിട്ട് ഒന്ന് കേൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഈ ഒരു പ്രോഡക്റ്റ് എല്ലാം, ഇതിനകത്തുള്ള പ്രോഡക്റ്റ് എല്ലാം ഇങ്ങനെ വടിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ബാക്കിയുള്ളത് മാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പീല് ഭയങ്കര ക്ലംസി ആയിട്ടിരിക്കും, ഭയങ്കര ഒരു ജാതി പോലെ ഇരിക്കും. അപ്പോൾ ഞാൻ നന്നായിട്ടൊരു 2-3 കോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഞാൻ ലിപ്സ്റ്റിക്ക് എടുക്കുന്നത് ഇവിടെ ഇൻസൈറ്റിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്, ഒരു ന്യൂഡ് പോലെ. എന്താണ് ഇതിൻ്റെ A17 മൂവ് മാജിക് എന്നാണ് ഇതിൻ്റെ ഈ ഒരു ഷെയ്ഡിൻ്റെ പേര്. കണ്ടോ, ഈ ഒരു കളറാണ് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് എനിക്കറിയില്ല, എന്തായാലും പറയണം കേട്ടോ. അപ്പോൾ ചുണ്ടത്തെ അധികമുള്ള ലിപ് ബാമാണ് ഇപ്പോൾ ഞാൻ തുടച്ച് കളഞ്ഞത്. ഇനി ഞാൻ ലിപ്സ്റ്റിക്ക് ഇടുകയാണ് ചെയ്തത്. ഇത് ഞാനൊരു 2 കോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഒറ്റ കോട്ടിട്ട് സെറ്റാക്കണമെങ്കിൽ അങ്ങനെ ആക്കാം. എന്താണ് ഇത് എനിക്ക് നല്ല ഇഷ്ടമായിട്ടുള്ളൊരു കളറാണ്. നല്ല 2 കോട്ടിട്ട് കഴിഞ്ഞാൽ ഭയങ്കര വാഷ് ഔട്ട് പോലെ തോന്നും. പക്ഷേ ഞാനിപ്പോൾ ഇങ്ങനെ കുറച്ചൊന്ന് സെറ്റൊക്കെ ആക്കിയ കാരണം കൊണ്ട്, അതായത് നമ്മുടെ ഫേസിൽ ഇങ്ങനെ സെറ്റാക്കിയ കാരണം കൊണ്ട് കുഴപ്പമില്ല. ഇതാണ് നമ്മുടെ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ശരിക്കുള്ള ഒരു ഷെയ്ഡ് വരുന്നത്. നല്ല രസമാട്ടോ, എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പും കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ലെവലിൽ തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഉദ്ദേശിച്ച പോലെ തന്നെ വന്നിട്ടുണ്ട്. നിങ്ങൾ പറയണം എന്തായാലും ഇഷ്ടമായോ ഇഷ്ടമായില്ലോ എന്നുള്ള കാര്യമൊക്കെ എന്തായാലും കമൻറ്റ് ബോക്സിൽ കമൻ്റ് ആയിട്ട് പറയാനായിട്ട് മറക്കരുത്. കഴിഞ്ഞ വീഡിയോയ്ക്ക് നല്ല റെസ്പോൺസ് ആയിരുന്നു. ഒത്തിരി താങ്ക്സ് ഉണ്ട്. ഞാൻ പ്രതീക്ഷയില്ല ഇത്രയും റെസ്പോൺസ് വരും എന്നുള്ള കാര്യം. അത്രയൊന്നുമില്ല, എന്നാലും ഞാൻ വിചാരിച്ചതിനെക്കാട്ടും കുറച്ച് കൂടുതൽ റെസ്പോൺസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഹാപ്പി ആയത് കാരണം. അപ്പോൾ ഈ ഒരു ലുക്ക് എനിക്ക് ചേരുന്നുണ്ടോ എന്നും കൂടെ പറയണം. അപ്പോൾ ഞാൻ എന്താണ് ഒരു കമ്മലും ഇട്ടിട്ട് അതേപോലെ തന്നെ മുടി ഒന്ന് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഇതിപ്പോൾ വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു സെൻറ്റർ പാർട്ടീഷൻ എടുത്തിട്ട് ഇങ്ങനെ മുടി ഒന്നുമില്ല കേട്ടോ, മുടി ഒന്നും ചെയ്തില്ല, വെറുതെ ജസ്റ്റ് ഒരു ബണ്ണിട്ട് വെച്ചിട്ടുള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇട്ട് വെച്ചിട്ട് ചെയ്യാനായിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ എന്തായാലും പറയണം ഈ ഒരു ലുക്ക് എങ്ങനെയുണ്ടെന്നില്ല. കാരണം ഞാൻ എന്താണ് സെൻറ്റർ പാർട്ടീഷൻ എടുത്തിട്ട് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഈവൻ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ പോലും മുടി സൈഡ് പാർട്ടീഷൻ എടുത്തിട്ടാണ് ഞാൻ മുടി 2 ഭാഗത്തും പിന്നിടാറ്. ഇപ്പോൾ ഞാൻ അങ്ങനെ വകച്ചിലൊന്നും എടുക്കാറില്ല. എനിക്കിഷ്ടമുള്ള പോലെ തോന്നിയ പോലെയൊക്കെയാണ് മുടി കെട്ടാറുള്ളത്. ഞാനിങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് കെട്ടുമ്പോഴത്തേനും ഒരുപാട് പേര് നന്നായിട്ട് സ്യൂട്ട് ആവുന്നുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറൊന്നുമില്ല. കാരണം എനിക്ക് ഒത്തിരി നെറ്റുള്ള കാരണം കൊണ്ടാണ് എനിക്ക് കുറച്ചും കൂടെ പെട്ടെങ്ങനെ കാണണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തത്. അപ്പോൾ മിഡിൽ പാർട്ടീഷൻ എടുക്കുമ്പോഴും അമ്മ എനിക്കൊരു കോൺഫിഡൻസ് തരാറില്ല, അത് കാരണം കൊണ്ട് ഞാൻ ചെയ്യാറില്ല. അപ്പോൾ ഇപ്പം എനിക്ക് എന്തോ ഈ ഒരു ആമസോണിലെ ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു പെണ്ണ് ഇതുപോലെ മിഡിൽ പാർട്ടീഷൻ എടുത്തിട്ട് കണ്ടു. അതുപോലെ ജസ്റ്റ് ഒന്ന് ചെയ്തു എന്നുള്ളൂ. ആൾ മുടി അഴിച്ചിട്ടിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ മുടി ജസ്റ്റ് ഇങ്ങനെ കെട്ടി വെച്ച് മുടി അഴിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കോലം ഉണ്ടാവില്ല, ഒരു വൃത്തികേടായിരിക്കും. അത് കാരണം കൊണ്ട് അപ്പോൾ ഈ ഒരു ഫ്രോക്ക് ആയത് കാരണം കൊണ്ടാണ് ഇങ്ങനത്തെ ഹൂപ്സ് ഒക്കെ ഇട്ടത്. നിങ്ങളുടെ കയ്യിൽ റിങ്സ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നല്ലതാണ്. ഇതുപോലെ വൈറ്റ് നെക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് പോപ്പപ്പ് ചെയ്ത് നിൽക്കണ ഇയറിങ്സ് ഒക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ല രസം ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ചോക്കർ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവും. പക്ഷേ എൻ്റെ കയ്യിൽ ചോക്കറൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള എല്ലാത്തിൻ്റെയും ലിങ്ക്സും കാര്യങ്ങളും എല്ലാം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പോയിട്ട് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്, യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ കമൻറ്റ് ആയിട്ട് പറയാനും മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടി ഉണ്ടാവും, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താലാണ് നമ്മൾ ഇതുപോലെ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് മിസ്സാവാണ്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ കൂടെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ.